നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിലെ ATM കവർച്ച സംഘം പിടിയിൽ. തമിഴ്നാട് പോലീസാണ് പ്രതികളെ പിടികൂടിയത്. പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്നതിന് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും ഏറ്റുപിടിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് PV അൻവർ എന്നും MV ഗോവിന്ദൻ. PV അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയനെ വിമർശിച്ചതിനാണ് TP ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിക്കൊന്നതെന്ന് സമാന വിമർശനങ്ങളാണ് അൻവറും ഉയർത്തുന്നതെന്ന് KK രമ MLA. സന്ധ്യ കൊടക്കാടത്തിന് മറുപടിയുമായി DYFI. തൃശൂർ പൂരം കലക്കിയതിന് പിന്നാലെ മന്ത്രിയെ ആക്രമിക്കാനും ശ്രമം നടന്നെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി മുൻ മന്ത്രി VS സുനിൽകുമാർ. വടക്കാഞ്ചേരി പാർലിക്കാട് പത്താങ്കല്ലിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി ആക്രിക്കടയിൽ ഇടിച്ച് മറിഞ്ഞു. വാർത്തകൾ വിശദമായി. തൃശൂരിലെ ATM കവർച്ച സംഘം പിടിയിൽ. തമിഴ്നാട്ടിലെ നാമക്കലിൽ കുമാരപ്പാളയത്ത് വെച്ച് തമിഴ്നാട് പോലീസാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂരിലെ ATM കവർച്ച സംഘത്തെ തമിഴ്നാട് പോലീസ് ഏറ്റുമുട്ടലിലൂടെ പിടികൂടി. ഒരാൾ കൊല്ലപ്പെട്ടു, 2 പോലീസുകാർക്ക് പരിക്കേറ്റു. തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. കുമരപ്പാളയത്ത് വെച്ച് പോലീസ് പ്രതികളെ പിടികൂടിയത്. പിടിയിലായവർ ഹരിയാന സ്വദേശികളാണെന്നാണ് വിവരം. മോഷ്ടിച്ച പണവുമായി കണ്ടെയ്നറിലാണ് സംഘം യാത്ര ചെയ്തിരുന്നത്. തോക്കുമായി സഞ്ചരിച്ചിരുന്ന കവർച്ച സംഘത്തെ ഏറ്റുമുട്ടലിലൂടെയാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. മോഷണ സംഘം സഞ്ചരിച്ച കണ്ടെയ്നർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചിരുന്നു. ഇതോടെ നാമക്കൽ പോലീസ് കണ്ടെയ്നർ ലോറിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ATMൽ നിന്ന് തട്ടിയെടുത്ത 65 ലക്ഷം രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. തൃശൂരിലെ വിവിധയിടങ്ങളിൽ ഇന്ന് പുലർച്ചെയാണ് ATMകൾ കൊള്ളയടിച്ചത്. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ ATMകളിലായിരുന്നു കൊള്ള. പുലർച്ചെ 3-നും 4-നും മധ്യയാണ് സംഭവം. കാറിലെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ATM കൊള്ളയടിച്ചത്. മാപ്രാണത്ത് നിന്ന് 30 ലക്ഷം, കോലഴിയിൽ നിന്ന് 25 ലക്ഷം, ഷൊർണൂർ റോഡിലെ ATMൽ നിന്ന് 9.5 ലക്ഷം എന്നിങ്ങനെയാണ് കവർന്നത്. വെള്ളക്കാറിലാണ് സംഘം എത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. കവർച്ചയ്ക്ക് ശേഷം ദേശീയപാതയിലേക്ക് കടന്ന സംഘം പിന്നീട് കാറും പണവും ഉൾപ്പെടെ കണ്ടെയ്നറിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് സൂചന. പ്രതികളെ കണ്ടെത്താൻ തൃശൂരിലെ അതിർത്തികളിലെല്ലാം പോലീസ് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്നതിന് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും മാധ്യമങ്ങളും പ്രചാരണം നടത്തുകയാണെന്നും ഏറ്റുപിടിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് PV അൻവർ എന്നും MV ഗോവിന്ദൻ. കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്നതിന് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും മാധ്യമങ്ങളും പ്രചരണം നടത്തുകയാണെന്നും അത് ഏറ്റുപിടിച്ച് വക്കാലത്തുമായി പുറപ്പെട്ടിരിക്കുകയാണ് PV അൻവർ എന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറി. നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളും സഖാക്കളും രംഗത്തിറങ്ങണം. അൻവറിന്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമീപനത്തെക്കുറിച്ച് ധാരണയില്ലെന്ന് വ്യക്തമാക്കുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDFന്റെ പിന്തുണയിൽ സ്വതന്ത്രനായി മത്സരിച്ച അൻവർ ജയിച്ചതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണോ പറഞ്ഞത് അതിനെല്ലാം എതിരാണ് പ്രവർത്തിക്കുന്നത്. അൻവർ പഴയകാല കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ്. K കരുണാകരൻ പാർട്ടി രൂപീകരിച്ചപ്പോൾ അങ്ങോട്ട് പോയി. പിന്നീട് കരുണാകരൻ കോൺഗ്രസിലേക്ക് തിരിച്ചുപോയപ്പോൾ അൻവർ പോയില്ല. പിന്നീട് ഇടതുപക്ഷവുമായി സഹകരിച്ച് പ്രവർത്തിച്ച MLA ആയി. അതിനു മുമ്പ് സ്വതന്ത്രനായി മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. പാർട്ടിയുടെ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. CPIM അംഗമാവാൻ അദ്ദേഹത്തിന് ഇതുവരെയും സാധിച്ചില്ല. മറ്റ് സംഘടനകളിലും പ്രവർത്തിച്ചിട്ടില്ല. CPIMന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട വേദികളിൽ പ്രവർത്തിച്ചിട്ടില്ല. അതിനാൽ പാർട്ടി പ്രവർത്തനത്തെക്കുറിച്ചും സംഘടനാ രീതിയെക്കുറിച്ചോ നയങ്ങളെക്കുറിച്ചോ ധാരണയില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. PV അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. PV അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂർണ്ണമായും LDFനെയും സർക്കാരിനെയും അപകടപ്പെടുത്താനുള്ള ആരോപണങ്ങളാണ് അൻവറിൻ്റേത്. അന്വേഷണം നിഷ്പക്ഷമായി തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ എന്താണ് അതിനു പിന്നിലെന്ന് സംശയമുണ്ടായിരുന്നു. നേരത്തെ സംശയിച്ചതുപോലെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പാർട്ടിക്കും LDFനും സർക്കാരിനുമെതിരെയാണ് അൻവർ സംസാരിച്ചത്. LDFന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അൻവർ പറഞ്ഞത്. അൻവറിന്റെ ഉദ്ദേശം വ്യക്തമാണ്. അൻവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതുണ്ട്. പിന്നീടൊരു ഘട്ടത്തിൽ ആ കാര്യങ്ങളെപ്പറ്റി വിശദമായി പറയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
പിണറായി വിജയനെ വിമർശിച്ചതിനാണ് TP ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിക്കൊന്നതെന്ന് സമാന വിമർശനങ്ങളാണ് അൻവറും ഉയർത്തുന്നതെന്ന് KK രമ MLA. പിണറായി വിജയനെ വിമർശിച്ചതിനാലാണ് TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നത്. സമാന വിമർശനങ്ങളാണ് അൻവറും ഉയർത്തുന്നതെന്ന് KK രമ MLA. അൻവറിനു പിന്നിൽ CPIM-ലെ വലിയൊരു വിഭാഗമുണ്ട്. പിണറായിയുടെ മുഖത്തു നോക്കി ഇത്തരം കാര്യങ്ങൾ പറയാൻ മറ്റൊരാൾക്കും ധൈര്യമില്ലെന്നും KK രമ പറഞ്ഞു. സർക്കാരിലും CPIM-ലുമുള്ള ചീഞ്ഞുനാറലാണ് പുറത്തേക്ക് ഒഴുകുന്നത്. ഗൗരവമുള്ള വിഷയമാണ് അൻവർ പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പിണറായി വിജയന് യോഗ്യതയില്ല. അൻവറിനെ ഇനി കുലംകുത്തിയാക്കും, തള്ളിപ്പറയും. ചന്ദ്രശേഖരനുണ്ടായ അവസ്ഥ അൻവറിന് ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. എന്നാൽ കേസുകളിൽ പെടുത്തുമോ എന്നറിയില്ല. പിണറായിയിൽ തുടങ്ങിയ പാർട്ടി പിണറായിയിൽ അവസാനിക്കരുത് എന്ന് പാർട്ടിയിൽ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ടെന്നും KK രമ പറഞ്ഞു. എന്നാൽ അങ്ങോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ADGP MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് എന്തിനെന്ന് സമൂഹത്തോട് പറയണം. പൂരം കലക്കിയവരെ കണ്ടെത്തണം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആണെങ്കിൽ CPI ആ മുന്നണി വിടണം. ഇടതുപക്ഷത്തിന്റെ മൂല്യങ്ങൾ ഇല്ലാതാകുന്നു. മുന്നണിയിലെ ഘടകകക്ഷികൾ പുനരാലോചന നടത്തണം. അൻവറിനെ ഉപയോഗിച്ച് ഒരു വിഭാഗം പറയിപ്പിക്കുകയാണ്. സർക്കാരിനും CPIM-നും ധാർമ്മികതയില്ല. ADGP-യെ മാറ്റി നിർത്തി അന്വേഷിപ്പിക്കണമായിരുന്നു. പാർട്ടി തലപ്പത്തിരുന്നവർ ഇന്ന് മൗനം പാലിക്കുന്നു. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ചിലർ ഒതുക്കിയതാണ് ഇത്തരം നേതാക്കളെയെന്നും KK രമ പറഞ്ഞു. സന്ധ്യ കൊടക്കാടത്തിന് മറുപടിയുമായി DYFI വടക്കാഞ്ചേരി. ബോയ്സ് ഹൈസ്കൂൾ നവീകരണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയും വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ കൗൺസിലറുമായ സന്ധ്യ കൊടക്കാടത്ത് ജാള്യത മറയ്ക്കാനാണെന്ന് DYFI പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന നവീകരണ പ്രവർത്തനം കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ രാഷ്ട്രീയ വൈരം മൂത്ത് ആ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്താനും അത് പൊതുസമൂഹത്തിൽ കോൺഗ്രസിൻ്റെ കള്ളപ്രചരണം തുറന്നു കാണിക്കാൻ വേണ്ടി DYFI തയ്യാറായപ്പോൾ DYFIക്കെതിരായി അപവാദ പ്രചരണവും നുണപ്രചരണവും നടത്തുന്ന ഒരു സമീപനം, ഒരു പ്രവൃത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇവിടെ സേവ്യർ ചിറ്റിലപ്പള്ളി MLA-യുടെ ആസ്തി വികസന ഫണ്ടും കായിക വകുപ്പിൻ്റെ ഫണ്ടും ഉപയോഗിച്ച് 1 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഗ്രൗണ്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം, എല്ലാ കാലവും ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയപ്പോൾ ആ പ്രവൃത്തി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ച് പോലീസിൻ്റെ പിടിയിലാവുകയും തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി നടത്താൻ അനുവദിക്കില്ല എന്ന വികസന വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്തതിൻ്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിൻ്റെ കൗൺസിലർ, വനിതാ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള കൗൺസിലർ ഇത്തരത്തിൽ ഒരു നുണപ്രചരണം DYFIയുടെ ബ്ലോക്ക് ട്രഷററും നഗരസഭ കൗൺസിലറുമായിട്ടുള്ള AD അജിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു നുണപ്രചരണത്തിലേക്ക് കോൺഗ്രസ് കടന്നത്, അല്ലെങ്കിൽ ആ കൗൺസിലർ കടന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. വികസന വിരുദ്ധ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനാണ് വനിതാ കൗൺസിലർ ശ്രമം നടത്തിയത്. ഗ്രൗണ്ടിലെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ച ദിവസം തന്നെ കോൺഗ്രസ് എതിർപ്പുമായി രംഗത്തു വന്നു. പോലീസ് പിടിയിലായി. ഗ്രൗണ്ട് വികസനം നേരത്തെ DYFI തടഞ്ഞു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ തെളിവുകൾ ഹാജരാക്കട്ടെ എന്നും DYFI വെല്ലുവിളിച്ചു. കോൺഗ്രസും 2 കൗൺസിലർമാരും ചേർന്ന് ഇപ്പോൾ നടത്തുന്നത് നുണപ്രചാരണമാണെന്ന് DYFI പ്രവർത്തകർ ആരോപിച്ചു. DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MM മഹേഷ്, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം ഐശ്വര്യ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ A അനന്തു, അജയ് മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ പൂരം കലക്കിയതിന് പിന്നാലെ മന്ത്രിയെ ആക്രമിക്കാനും ശ്രമം നടന്നെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി മുൻ മന്ത്രി VS സുനിൽകുമാർ. തൃശൂർ പൂരം കലക്കിയതിനു പിന്നാലെ മന്ത്രിയെ ആക്രമിക്കാനും ശ്രമം നടന്നെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി മുൻ മന്ത്രി VS സുനിൽകുമാർ.
റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനെ RSS BJP പ്രവർത്തകർ ലക്ഷ്യമിട്ടുവെന്നാണ് സുനിൽകുമാറിന്റെ ആരോപണം. തൃശൂർ കളക്ടറായിരുന്ന കൃഷ്ണതേജ മന്ത്രി കെ രാജനോട് ഇക്കാര്യം അറിയിച്ചുവെന്നും സുനിൽകുമാർ പറഞ്ഞു. ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടാക്കി സർക്കാരിനെതിരെ സംഘർഷം അഴിച്ചുവിടാൻ നീക്കമുണ്ടെന്നാണ് കളക്ടർ മന്ത്രിയെ അറിയിച്ചതെന്ന് സുനിൽകുമാർ പറയുന്നു. ആദ്യഘട്ടത്തിൽ മന്ത്രി പ്രശ്നം നടന്ന സ്ഥലത്തേക്ക് എത്താതിരുന്നതും കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു. പിന്നീട് രണ്ടും കൽപ്പിച്ചാണ് മന്ത്രിയും താനും ശ്രീമൂലസ്ഥാനത്ത് എത്തിയതെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. മന്ത്രി രാജനടക്കം വീട്ടിൽ പോയി ഇരിക്കുകയായിരുന്നു എന്ന ആരോപണം തെറ്റാണെന്ന് സുനിൽകുമാർ വിശദീകരിച്ചു. സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് പോലീസ് പറഞ്ഞതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ മാറി നിന്നത്. തങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നുവെന്നും ജനങ്ങൾ ഇതെല്ലാം അറിയണമെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി പാർലിക്കാട് പത്താങ്കല്ലിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി ആക്രിക്കടയിൽ ഇടിച്ച് മറിഞ്ഞു. വടക്കാഞ്ചേരി പാർലിക്കാട് പത്താങ്കല്ലിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി ആക്രിക്കടയിൽ ഇടിച്ച് മറിഞ്ഞു. ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഇലക്ട്രിക് പോസ്റ്റും തകർത്തു. വടക്കാഞ്ചേരിയിൽ നിന്നും തൃശൂരിലേക്ക് പോയിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. PV അൻവറിന്റെ നിലപാട് വ്യക്തിത്വമില്ലായ്മയാണെന്നും ഇടതുപക്ഷത്തോട് ചേർന്നു നിന്ന് ഒറ്റുകാരന്റെ ജോലിയാണ് അൻവർ ചെയ്തതെന്നും മന്ത്രി സജി ചെറിയാൻ. PV അൻവറിന്റെ നിലപാട് വ്യക്തിത്വമില്ലായ്മയാണെന്നും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന ഒറ്റുകാരന്റെ ജോലിയാണ് അൻവർ ചെയ്തതെന്നും മന്ത്രി സജി ചെറിയാൻ. അൻവറിനെ നയിക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയോ ആദർശമോ ഒന്നുമല്ല. അൻവറിന് മറ്റെന്തൊക്കെയോ നിഷ്പക്ഷ താല്പര്യങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ നടത്തിയ ജൽപ്പനങ്ങൾ. ഇക്കാര്യത്തിൽ ഇതുവരെയുള്ള അയാളുടെ നിലപാടുകളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും വർഗശത്രുക്കൾക്ക് വേണ്ടിയാണ് അൻവർ പണിയെടുക്കുന്നതെന്ന് വ്യക്തമാണെന്നും സജി ചെറിയാൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് പിണറായി വിജയൻ. RSS പരസ്യമായി വധഭീഷണി മുഴക്കുകയും തലയ്ക്ക് വിലയിടുകയും ചെയ്തയാളാണ്. രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ സംഘപരിവാറിനെതിരെ പോരാട്ടം നയിച്ച അദ്ദേഹത്തിനെ വലതുപക്ഷ ഓച്ചാരമാക്കി അധിക്ഷേപിച്ച് കളയാമെന്ന് കരുതിയാൽ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നോർക്കണം. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ പ്രതീക്ഷയായ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായി കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഇത്തരം ആരോപണങ്ങളും അതുമായി വരുന്നവരെയും അവജ്ഞയോടെ തള്ളിക്കളയും. ആന മതിച്ചിട്ട് കുലുങ്ങാത്തത് ഇനി കോഴി ചെനച്ചിട്ട് കുലുങ്ങാൻ പോകുന്നില്ല, സജി ചെറിയാൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അൻവറിനെതിരെ വിമർശനവുമായി CPM നേതാവ് P ജയരാജൻ. അൻവറിന്റെ പ്രതികരണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് P ജയരാജൻ പറഞ്ഞു. അൻവർ പാർട്ടിയുടെ രക്ഷകനായി അഭിനയിക്കുകയാണ്. ശശിക്കെതിരായ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി. ശശിക്കെതിരായി എന്തെങ്കിലും തെളിവ് അൻവർ നൽകിയോ എന്ന് ചോദിച്ച P ജയരാജൻ വായുവിൽ എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥയിൽ അൻവർ എത്തിയെന്നും വിമർശിച്ചു. അൻവറിന് പിന്നിൽ താനാണെന്നത് കള്ളപ്രചാരണമാണെന്നും ജയരാജൻ വ്യക്തമാക്കി. ഗൾഫിൽ വെച്ച് അൻവറിനെ കണ്ടിട്ടില്ല. 1 വർഷം മുമ്പാണ് ഗൾഫിൽ പോയത്. അൻവറിനെ അന്ന് കണ്ടിട്ടേയില്ലെന്നും ജയരാജൻ പ്രതികരിച്ചു. ഇടുക്കിയിലെ റിസോർട്ട് ഉദ്ഘാടനത്തിൽ തന്നോടൊപ്പം പാർട്ടി നേതാക്കളും പങ്കെടുത്തിരുന്നു. MM മണിയും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പാർട്ടി സമ്മേളനങ്ങളെ ലക്ഷ്യമിട്ടാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് സംശയമെന്നും P ജയരാജൻ പ്രതികരിച്ചു. ഇടവേള. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. തിരികെ വാർത്തകളിലേക്ക്. CPM-നെതിരായ പോരിൽ MLA PV അൻവറിനെ പിന്തുണച്ച് KT ജലീൽ MLA. CPIM-നെതിരായ പോരിൽ MLA PV അൻവറിനെ പിന്തുണച്ച് തവണൂർ MLA-യും മുൻ മന്ത്രിയുമായ KT ജലീൽ. PV അൻവർ പോലീസിനെതിരെ നടത്തിയ ആരോപണത്തിൽ സർക്കാരിന് ബോധ്യമുള്ളതുകൊണ്ടാണ് അന്വേഷണത്തിന് മുതിർന്നത്. ADGP വ്യക്തിപരമായി RSS നേതാവിനെ കാണാൻ പോകാൻ പാടില്ലായിരുന്നു. മറ്റു കാര്യങ്ങൾ ഒക്ടോബർ 2-ന് ശേഷം പറയുമെന്നും KT ജലീൽ പറഞ്ഞു. രാജ്യത്ത് തന്നെ മിക്കയിടത്തും പോലീസിനെ വരുതിയിലാക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. ADGP ഒരിക്കലും RSS നേതാക്കളെ കാണാൻ പാടില്ലായിരുന്നു. തന്റെ പിന്തുണ തേടിയല്ല അൻവർ രംഗത്ത് വന്നത്. അൻവർ പറഞ്ഞത് ശരിയാണ്. പിന്തുണ നൽകാമെന്ന് അൻവറിനെ വിളിച്ച് പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ചില കാര്യങ്ങളൊക്കെ അൻവറുമായി സംസാരിച്ചിട്ടുണ്ട്. അൻവറിനെ മാത്രമല്ല മുൻപ് മന്ത്രി V അബ്ദുൾ റഹ്മാനെ ശക്തമായി പിന്തുണച്ചിരുന്നു.
തനിക്ക് ബോധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഇനിയും പിന്തുണ നൽകും. ഇടതു സഹയാത്രികനായി തുടരുമോ എന്നത് ഉൾപ്പെടെ ഒക്ടോബർ 2 ശേഷം പറയും. KT ജലീൽ പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ചു. എറണാകുളം സ്വദേശിയായ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ചു. എറണാകുളം സ്വദേശിയായ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദേശത്ത് നിന്ന് വന്ന യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ UAE-യിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിക്ക് എംപോക്സ് സ്ഥിരീകരിച്ചിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന് ക്ലേഡ് 1B വകഭേദമാണ് ബാധിച്ചത്. പനിയും തൊലിപ്പുറത്ത് ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പുകളും കണ്ടതിനെ തുടർന്നാണ് ആദ്യം നിരീക്ഷണത്തിലാക്കിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾക്ക് എംപോക്സ് സ്ഥിരീകരിച്ചത്. മുള്ളൂർക്കര ഇരുനിലങ്കോട് ജ്ഞാനാനന്ദ കുടീരം മഠാധിപതി പരമേശ്വരാനന്ദ സരസ്വതി സ്വാമികളുടെ സമാധി ദിനാചരണവും സപ്താഹയജ്ഞവും ജ്ഞാനാനന്ദ കുടീരം ആശ്രമത്തിൽ വെച്ച് നടത്തുന്നു. മുള്ളൂർക്കര ഇരുനിലങ്കോട് ജ്ഞാനാനന്ദ കുടീരം മഠാധിപതി പരമേശ്വരാനന്ദ സരസ്വതി സ്വാമികളുടെ സമാധി ദിനാചരണവും സപ്താഹയജ്ഞവും ജ്ഞാനാനന്ദ കുടീരം ആശ്രമത്തിൽ വെച്ച് നടത്തുന്നു. സ്വാമി നിഖിലാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. കൃഷ്ണാവതാരം കഥയ്ക്ക് ശേഷം സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ തത്വപ്രവചനം നടത്തി. ഏകദാ പ്രാപിശൽ ഗോഷ്ടം ശാർദൂലോ നിശിവർഷദേശയാനാദാവൗത്ഥായ ഭീതാസ്താപബ്രഹ്മരുരജേ ഏകം ജഗ്രാഹ ബലവാൻ സാ ചുക്രോശഭയാതുരാ തസ്യാത്തൽ ക്രന്ദിതം ശ്രുത്വാ പ്രഷദ്രോഹി സസാരഗാ ഗഡ്ഗമാദായ തരസാ പ്രലീനോടുഗണേ നിശി അജാനൻ അഹനത് ബപ്രോ ശിരശാർദൂല ശങ്കയാ വ്യാഘ്രോ വിഘ്നശ്രവണോ നിസ്ത്രിംശാഗ്രാഹതസ്തദാ നിശ്ചക്രാമ വൃഷം ഭീതോ രക്തം പതി സമുത്സരം മന്യമാനോ കഥം വ്യാഘ്രം വൃഷദ്രപരവീരക അദ്രാക്ഷിൽ സ്വഗതാം ബഭ്രം വിഷ്ടായം നിശദുഃഖിത. നാളെ ശനിയാഴ്ച രുക്മിണി സ്വയംവരം നടത്തും. ഞായറാഴ്ച അമൃത TV ഫെയിം കുമാരി ദേവനന്ദ P തത്വപ്രവചനം നടത്തും. ഭജന, കലാസന്ധ്യ എന്നിവ നടത്തും. സ്വാമി പരമേശ്വരാനന്ദ സരസ്വതിയുടെ സമാധി ദിനാചരണമായ തിങ്കളാഴ്ച സമാധിയിൽ ഗുരുപൂജ, അർച്ചന, വിഷ്ണു സഹസ്രനാമം, ഭാഗവത സപ്താഹ സമാപനം, അനുഗ്രഹ പ്രഭാഷണം, ദീപാരാധന, പ്രസാദ വിതരണം, തിരുവിളക്ക് പൂജ എന്നിവ നടക്കും. ഡയപ്പർ, സാനിറ്ററി മാലിന്യം ശേഖരിക്കാൻ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും ആക്രി ആപ്പ് സജ്ജമാക്കി. സാനിറ്ററി മാലിന്യം ആക്രി ആപ്പിലൂടെ ശേഖരിക്കും. ഡയപ്പർ, സാനിറ്ററി മാലിന്യം ശേഖരിക്കാൻ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും ആക്രി ആപ്പ് സജ്ജമാക്കി. കുട്ടികളും മുതിർന്നവരും ഉപയോഗിച്ച ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ, മെഡിസിൻ സ്ട്രിപ്പുകൾ, ഡ്രസ്സിംഗ് കോട്ടൺ, സൂചിയോടുകൂടിയ സിറിഞ്ചുകൾ, കാലഹരണപ്പെട്ടതോ ഉപേക്ഷിച്ചതോ ആയ മരുന്നുകൾ, മറ്റ് ബയോമെഡിക്കൽ മാലിന്യം ശേഖരിച്ച് ശാസ്ത്രീയ സംസ്കരണം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനമാണിത്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സ്വപ്ന ശശി, ജമീല B, അനൂപ് കിഷോർ, മുഹമ്മദ് ബഷീർ എന്നിവരും നഗരസഭാ സെക്രട്ടറി KK മനോജ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിദ്ദിഖുൽ അക്ബർ, സുജിത് വിബി, ആക്രി ഓപ്പറേഷണൽ മാനേജർ NV ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം ചിലമ്പ് 2024 തിരിതെളിഞ്ഞു. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസത്തെ സ്കൂൾ കലോത്സവം ചിലമ്പ് 2024 തിരിതെളിഞ്ഞു. തിരക്കഥാകൃത്തും TV ആങ്കറുമായ ഹരി P നായർ ഉദ്ഘാടനം ചെയ്തു. ഈ കലാലയത്തിലെ ഈ വർഷത്തെ കലോത്സവ പരിപാടികളുടെ തുടക്കം കുറിക്കുന്ന ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക്, അധ്യാപകർക്ക്, അനധ്യാപകർക്ക്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് നമസ്കാരം. മമ്മൂക്ക നായകനായ സിനിമയിലെ ഒരു മനോഹരമായൊരു പാട്ട് ഉണ്ട്. മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചൂട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റ് വീണ തേൻ മാമ്പഴം ഒരുമിച്ച് പങ്കിടുന്ന ക്ലാസ് മുറികൾക്ക് ചുറ്റും നല്ല മരങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ പാട്ടിലുള്ള തേന്മാവിൽ നിന്നും ഒരു മാമ്പഴം അടർന്നു വീണാൽ അത് ഒരുമിച്ച് പങ്കിടാൻ കുട്ടികൾ കൊതിക്കുന്ന ബാല്യകാലത്തിന് അവർക്ക് ഏറ്റവും നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു കലാലയ അന്തരീക്ഷം ഇവിടെ വന്ന് നേരിട്ട് കാണാൻ സാധിച്ചു. ഇപ്പോഴത്തെ മഴ മാറി നല്ല വെയിൽ വിളിച്ചു വരുന്നു. എന്തായാലും നിങ്ങളുടെ കലോത്സവം തുടങ്ങുന്നത് വളരെ അനുഗ്രഹം നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. 2 ദിവസം നീളുന്ന ഈ കലോത്സവത്തിന് ആദ്യമേ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചു. PTA പ്രസിഡന്റ് K ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു.
പ്രിൻസിപ്പൽ GP ശ്രേയസ് സ്വാഗതവും C ജ്യോതി ടീച്ചർ നന്ദിയും പറഞ്ഞു. പ്രധാന അധ്യാപിക K ഗിരിജ, സ്കൂൾ വികസന സമിതി അംഗം രാജു മാരാത്ത്, DVLP സ്കൂൾ പ്രധാന അധ്യാപിക V സരസ്വതി, MK ബിന്ദു ടീച്ചർ ആശംസകൾ അറിയിച്ചു. 2 ദിവസമായി 400-ൽ പരം കുട്ടികൾ വിവിധ ഇടങ്ങളിലായി മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഇന്ന് പവന് 320 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന്റെ വില 56,800 രൂപയായി. ഗ്രാമിന് 40 രൂപയാണ് വർദ്ധിച്ചത്. 7,100 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. സ്വർണ്ണവില വൈകാതെ 57,000-ലേക്ക് കുതിക്കുമെന്ന സൂചനയാണ് ഇന്ന് നൽകിയത്. ഒരാഴ്ചക്കിടെ ഏകദേശം 2,200 രൂപയാണ് വർദ്ധിച്ചത്. ഈ മാസം ആദ്യം 53,360-ൽ എത്തിയ സ്വർണ്ണവിലയാണ് ഏറ്റവും താഴ്ന്ന വില. പശ്ചിമേഷ്യയിൽ ആക്രമണം രൂക്ഷമായതിനെ തുടർന്നാണ് സ്വർണ്ണവില കുത്തനെ ഉയർന്നത്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ ATM കവർച്ച സംഘം പിടിയിൽ. തമിഴ്നാട് പോലീസാണ് പ്രതികളെ പിടികൂടിയത്. പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്നതിന് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും ഏറ്റുപിടിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് PV അൻവർ എന്നും MV ഗോവിന്ദൻ. PV അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയനെ വിമർശിച്ചതിനാണ് TP ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിക്കൊന്നതെന്ന് സമാന വിമർശനങ്ങളാണ് അൻവറും ഉയർത്തുന്നതെന്ന് KK രമ MLA. സന്ധ്യ കൊടക്കാടത്തിന് മറുപടിയുമായി DYFI. തൃശൂർ പൂരം കലക്കിയതിന് പിന്നാലെ മന്ത്രിയെ ആക്രമിക്കാനും ശ്രമം നടന്നെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി മുൻ മന്ത്രി VS സുനിൽകുമാർ. വടക്കാഞ്ചേരി പാർലിക്കാട് പത്താങ്കല്ലിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി ആക്രിക്കടയിൽ ഇടിച്ച് മറിഞ്ഞു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.